പിടുത്തത്തോട് പിടുത്തായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ലവ് സ്റ്റോറി കാണപ്പെടാണ്. സീനന്റെ അടുത്ത് ഫസ്റ്റ് ആയിട്ട് സംസാരിക്കണേ എന്നിട്ട് ക്ഷമിച്ചിട്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾ കടന്നു പോകും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളെന്താ പരിപാടി? നമ്മളിന്ന് Q&A, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ Q&A ആണ്. അപ്പോ നമ്മള് ഇൻസ്റ്റയിലും വാട്സാപ്പിലും യൂട്യൂബിലും കമ്മ്യൂണിറ്റി ടാബിലും ഒക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മള് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. നമ്മളൊരു 1 വീക്ക് മുന്നെയാണ് ഇട്ടത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ വിചാരിക്കാത്തതും കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ അവരെല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ആൻസർ നല്ലൊരു ആൻസർ കൊടുക്കാൻ നമ്മൾ റെസ്പോൺസിബിൾ ആണ്. റിയലായിട്ട് ആൻസർ ചെയ്യണം. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സേ അബൌട്ട് യുവർ ഫസ്റ്റ് ഡേറ്റിംഗ് ഓർ മീറ്റപ്പ്. ഇത് ചോദിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം മെറിനാണ്, ഞങ്ങളുടെ കസിനാണ്. അപ്പൊ അവളാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടുള്ള സംഭവമായിരിക്കുമല്ലോ. ഫസ്റ്റ് ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഒറ്റയ്ക്ക് ഫസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളത് ഗോൾഡ് സൂക്കിലാണ്. മഞ്ഞ ടീഷർട്ട്, ഞാനൊരു ഈ ഒരു ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് എന്തോ ഒരു ചുരിദാർ ടോപ്പ് എന്തോ ഇട്ടിട്ട് അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഓക്കെ. പിന്നെ എനിക്ക് മീറ്റപ്പ് എന്ന് പറയുന്നത് ഞാന് നമ്മുടെ ഫ്രണ്ട്സിന്റെ നമ്മുടെ പലരും ഓപ്പോസിറ്റ് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീടുണ്ട്. വീടിന്റെ അവിടെ അതിൽ നിന്ന് ഇരിക്കുമ്പോൾ റിസൾട്ടിനോ അതോ റിസൾട്ട് നോക്കാൻ തിരിച്ചു വരുമ്പോഴാണ് ഞാൻ കണ്ടത് ഒരു മറ്റേ ഒരു ബ്ലാക്കും വൈറ്റ് ലൈൻ ഫസ്റ്റ് ആയിട്ട് സംസാരിക്കണ ഞാനന്ന് ചോദിച്ചു എവിടേക്ക് പോയിട്ടാന്നുള്ള സംഭവം സീന ചോദിച്ചു. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് സിനോന്റെ മീറ്റപ്പ് അതാണ്. അടുത്തത് ജീത ചേച്ചിയാണ്, ഞങ്ങളുടെ കസിനാണ്. ആള് ക്വസ്റ്റ്യൻ അല്ല, ആള് ഒരു മെസ്സേജ് ആണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. നോ ക്വസ്റ്റ്യൻ ഓർ ഐ വോണ്ട് യു ഗൈസ് ബി സെയിം ഫോർ എവർ ഓൾവേസ്, ലവിംഗ്, പ്ലേയിങ്, ഡാൻസിങ്, റോമിംഗ്, ഈറ്റിംഗ്. ഓഫ് കോഴ്സ് ഇല്ല, ഞങ്ങള് ലൈഫ് എൻജോയ് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ മൂവ്മെന്റ് എൻജോയ് ചെയ്യാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യും. നമുക്ക് പല സിറ്റുവേഷൻസ് ഇടയിൽ കൂടെ, പക്ഷെ അത് നമ്മള് നമ്മളങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ഞങ്ങൾ എൻഡ് ഓഫ് ദി ഡേ ഹാപ്പി ആയിട്ട് പോകാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീട്ടിൽ പിടിച്ചിട്ടുണ്ടോ, അതായത് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അത് ചോദിച്ചോണ്ട് രേവതിയാണ്, അതായത് എന്റെ വീടിന് തൊട്ടടുത്ത് ഒരു താമസിച്ചിരുന്ന വീട്ടുകാരാണ്. രേവതിയാണ് ചോദിച്ചത്. രേവതിയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഉണ്ടായിട്ടുണ്ടാവുക കൂടുതൽ, അതിൽ കൂടുതൽ ഉണ്ടായിട്ടുള്ള ഇവിടക്കായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നോട്ടീസ് ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു സംഭവം പറഞ്ഞാൽ പിടിക്കുക, അതായത് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് പെടുത്തില്ല. ഞാൻ സാധാരണ എപ്പോഴും ബൈക്ക് എടുത്തിട്ട് രാവിലെ പോകാറ്. അതേപോലെ മറ്റേ +2 സ്കൂളിലേക്ക് പോണ സമയത്ത് ബസ് സ്റ്റോപ്പിന് മുന്നിൽ ഞാൻ എപ്പോഴും ബൈക്കായിട്ട് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ രാവിലെ ഞാനിതുപോലെ ഫോൺ റീചാർജ് ചെയ്യുന്ന ചാർജ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈക്ക് എടുത്തിരുന്ന് ഇറങ്ങുമ്പോ എവിടേക്കാടാന്ന് എന്റെ ചേട്ടൻ ചോദിച്ചു. എന്നും രാവിലെ ഈ സമയത്ത് എവിടേക്കാടാ, അവനെ അറിയാം, ചേട്ടനെ അറിയാം സംഭവം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചോദ്യം ചോദിച്ചത് എനിക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് ബൈക്ക് എടുത്ത് പോകുമ്പോ. അതാണ് ഈ പിടിക്കലിനൊക്കെ തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് അതിനാണ് കണക്ട് ചെയ്യാം. എന്റെ ഓഫ് കോഴ്സ് മമ്മി തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഞാന് മെസ്സേജ് അയക്കുക മമ്മിയുടെ ഫോണിൽ. എനിക്ക് ആ സമയത്ത് ഫോണില്ല. അപ്പൊ നമ്മള് മമ്മിയുടെ ഫോണിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഞാൻ അപ്പൊ പിന്നെ എല്ലാ മെസ്സേജ് ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്ത മെസ്സേജ് വേറെ സ്ഥലത്ത് പോയി കിടക്കുന്ന ഒരു സംഭവം ആ ഫോണിലുണ്ടായിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അത്രയ്ക്ക് നോട്ട് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അന്നൊരു ദിവസം ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് വേറെ മമ്മി ഞാൻ ചാറ്റ് ചെയ്യുമ്പോ മമ്മി ചോദിക്കുമ്പോ ഫ്രണ്ട് എന്നുള്ള ഒരു മട്ടിൽ തന്നെയായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു ദിവസത്തെ മെസ്സേജ് മമ്മി കണ്ടപ്പോ മമ്മി അന്നാണ് എന്റെ അടുത്ത് ഇതിനെ ഫസ്റ്റ് ടൈം റിയാക്ട് ചെയ്യണത്. ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് യു ടു ഫോൾ ഫോർ യുവർ പാർട്ട്ണർ? ക്വസ്റ്റ്യൻ ടു ബോത്ത് ഓഫ് യു. ഓക്കെ. ബിജു ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ബിജു ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടൈം അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞങ്ങള് ഈ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം മുതല് നമ്മള് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ചാറ്റ് ചെയ്യുമ്പോ നമ്മളെല്ലാവരും ചോദിക്കുമ്പോ ഫ്രണ്ട്സ്. അപ്പൊ എന്റെ മൈൻഡിലും ഞാൻ ഫ്രണ്ട്സ് എന്നുള്ളൊരു മെന്റാലിറ്റി അല്ലായിരുന്നു.
അപ്പൊ ആ സമയം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്റെ വീട്ടിൽ പിടിച്ച് ഫോണൊക്കെ മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. സിനോന്റെ അവിടെ എന്തോ സിമ്മ് മാറ്റിയിട്ട് എന്തോ അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നാൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് എനിക്ക് ഒരു മിസ്സിംഗ് ഫീല് എനിക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഫ്രണ്ട്ഷിപ്പ് അല്ല, വേറെ റൂട്ടിലേക്ക് ഇത് പോകുന്നുണ്ട്. ആ സമയത്തേക്ക് എന്താ ലവ് അങ്ങനെ എനിക്ക് അറിയില്ല, പക്ഷെ എന്തോ ഒരു സ്പെഷ്യൽ ഫീൽ എനിക്ക് അപ്പൊ വന്നു, ഭയങ്കര വിഷമം വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് അതായിരിക്കാം ഞാൻ ലവിലേക്ക് വീണ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ഇവളെ പറ്റി ഇങ്ങനെ അതായത് നമ്മുടെ മാമ പ്രിൻസിമാമുണ്ട്, മാമൊക്കെ അത്യാവശ്യം പഠിപ്പിച്ചിരുന്നു പള്ളിയിൽ. അപ്പൊ മാമ ഇങ്ങനെ സംസാരത്തിലുള്ള പേര് വരാറുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ജോയില് ജോജി സംസാരിക്കുന്ന പേര് വരാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് അങ്ങനെയാണ് പതുക്കെ ഇവളെ പേര് ഇവിടെ അങ്ങനെയാണ് പതുക്കെ മൈൻഡിലേക്ക് കയറിയത്. അതിനുശേഷം നമ്മൾ ഡീപ്പായിട്ടുള്ള ഇതിലേക്ക് വന്നിട്ടാകുമ്പോൾ നമ്മള് ടെക്സ്റ്റ് മെസ്സേജ് സ്റ്റാർട്ടിങ് കഴിഞ്ഞ് പിന്നെ അത് ത്രൂ ഔട്ട് പോകുമ്പോഴായിരിക്കും നമ്മളത് ഇതിലേക്ക് വന്നിട്ട് പിന്നെ ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള കൂടുതലുള്ള ആളായ കാരണം പള്ളിയിൽ നമ്മൾ അങ്ങനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുകയോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഇത് ആക്റ്റീവായ കാരണം അത് അറിയാൻ കിട്ടും. പിന്നെ അറിയാൻ കിട്ടില്ല, നമ്മളത് മനസ്സിലേക്ക് പേര് കിട്ടും. പിന്നെ നിങ്ങൾ ഓവറായിട്ട് സീരിയസ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് സാരിയും മുണ്ടൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾ ഇച്ചിരി മെച്ചൂർഡായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഈസ് ദർ ഈസ് എനി അഡ്ജസ്റ്റ്മെന്റ് ഇൻ യുവർ ലൈഫ്? ചോദിച്ചിരിക്കുന്നത് നിഷ ചേച്ചിയാണ്, എന്റെ മമ്മിയുടെ ഫ്രണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോന്ന്? ഓഫ് കോഴ്സ് ഉണ്ട്. നമ്മള് രണ്ടുപേര് ഒരു ഇതില് താമസിച്ചു പോകുമ്പോ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും വേണം. കാരണം ഞങ്ങൾ രണ്ടുപേരും രണ്ട് പോളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾ ഒരു വേയിൽ പോകണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യണം. ആ അഡ്ജസ്റ്റ്മെന്റ് പക്ഷെ ഞങ്ങൾ അതൊരു എന്താ ഒരു ബാധ്യത പോലെ കാണാതെ ഞങ്ങളത് തോന്നിയിട്ടില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ചെയ്യേണ്ട അവസ്ഥ അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടില്ല. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ പറ്റില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. തന്നെയാണ് നമ്മുടെ ഒരു സക്സസ്ഫുൾ ജേർണിക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഭയങ്കര അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് കുറേ ഉണ്ടായിട്ടുണ്ട്. അതില് ഇപ്പൊ എക്സാമ്പിൾ ഒന്നും നമുക്ക് പറയാനില്ല. നമ്മള് എല്ലാ കാര്യത്തിലും ഇപ്പൊ എന്നെയും സിനോനെയും പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം, ഞങ്ങള് കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഞങ്ങളല്ല ഞങ്ങൾ കുറച്ച് ചേഞ്ചസ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ക്യാരക്ടറിൽ വന്നിട്ടുണ്ട്. അത് തന്നെ ഞങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതിന് ഞങ്ങളുടെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തത് ചോദിച്ചോളുന്നത് ശില്പയാണ് ചോദിച്ചത്. ശില്പ എന്റെ അതുപോലെ എന്റെ അശ്വനിയിലുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. What was both first impression when you saw each other and when you realized you know that he or she is the one for you? ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഇംപ്രഷൻ അതേപോലെ എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയത് ഇവള് എനിക്കുള്ളതാണ് എപ്പോഴാണ് തോന്നിയത്? ആണ് ശില്പയുടെ ക്വസ്റ്റ്യൻ. ഇംപ്രഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് പള്ളിയാണ് മെയിൻ. പള്ളിന്നാണ് എനിക്ക് ഇംപ്രഷൻ. ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഇവരിൽ ഇഷ്ടമുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്റെ സ്മൈലി ആയിരുന്നു. കോന്ത്രപ്പല്ലി കാണിച്ചിട്ടുള്ള ആ സ്മൈലായിരുന്നു എനിക്ക് ഇഷ്ടം. മുന്നില് തെറിച്ച് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതായത് വൺ ആക്റ്റീവ് ഹൈപ്പർ ആക്റ്റീവ് അല്ല, ഒരു ആക്റ്റീവ് പേഴ്സൺ ആണല്ലോ. ഇവളും ഒരു ചാടി നടക്കുന്ന സംഭവം ഉണ്ടോ, അതാണ് നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുന്ന ആ ഒരു സംഭവം. പിന്നെ എപ്പോഴാണ് നീ ഇവൻ എന്റേന്ന് തോന്നിയത്? ആ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങള് കുറച്ച് നാള് ചാറ്റ് ചെയ്തിരുന്ന് പിന്നെ ഒരു ദിവസം ഞങ്ങൾ പള്ളിയിൽ വെച്ചിട്ട് ഞാൻ ഇവരെ കണ്ടു. ആ സമയത്ത് ഞാനും അമ്മിച്ചും കൂടി നടന്നു വരിക. അന്നാണ് കുറച്ച് നാൾ ഗ്യാപ്പിട്ട് കാണുക. അപ്പോഴാണ് എനിക്ക് ആ ഒരു പെട്ടെന്ന് എന്റെ മനസ്സിൽ എന്തോ സംഭവം നടന്നത്. ആ സമയത്താണ് അമ്മിച്ചി ഇപ്പോഴും അമ്മിച്ചിനെ വെച്ച് അമ്മിച്ചിക്ക് ആ സ്റ്റോറി കാണാപ്പാടാണ്. അത്ര ഏജിലും അമ്മിച്ചി ആ സ്റ്റോറി പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹെബ ചേച്ചിയാണ്. ഹെബ ചേച്ചി പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹെബ ചേച്ചിയാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഹെബ ചേച്ചി ഞങ്ങൾ രണ്ടുപേരുടെയും ഞങ്ങളുടെ ദുബായിലുള്ള ഒരു ചേച്ചിയാണ്, ഒരു ഫ്രണ്ടാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് 100% പെർഫെക്റ്റ് ആണ് ആൻഡ് ഓൾവേസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ലിയ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു? അതിനുവേണ്ടി എന്തൊക്കെ എഫേർട്ട് എടുക്കുന്നു? സെയിം സിനോ എന്തൊക്കെ എഫേർട്ട് എടുക്കുന്നു അത് 100% ലൈഫ് ലോങ് കൊണ്ടുപോകാനായിട്ട്? ഇതൊരു ചലഞ്ചും കൂടിയാണ്. ഓൾവേസ് ഹാപ്പി ആൻഡ് പെർഫെക്റ്റ് റിലേഷൻഷിപ്പിന് വേണ്ടി നമ്മൾ എന്തൊക്കെ എഫേർട്ട് എടുക്കുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതില് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് എന്ത് കേസും നമുക്ക് കടന്നു പോകാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്.
എന്ത് പ്രശ്നങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ ഞാനായാലും ഇവിടെ ആയാലും കുറെ കാര്യങ്ങൾ ക്ഷമിച്ച് പല കാര്യങ്ങളും ഞങ്ങൾ കടന്നു പോകും. അതങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ക്ഷമയോടുകൂടി കടന്നു പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് പോവാം. അതായത് അങ്ങനെയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും സിറ്റുവേഷനിൽ ഇങ്ങനെ കടന്നു പോകുന്നത്. ക്ഷമയാണ് മെയിൻ ഫാക്ടർ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ആൻസർ അനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ്, അതും ഒരു ഫാക്ടറാണ്. നമ്മൾ ഈ 100% പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാക്ടർ അഡ്ജസ്റ്റ്മെന്റ്. നമ്മള് കല്യാണത്തിന്റെ ടൈമില് ക്ലാസ് ഒക്കെ കേൾക്കുമ്പോ അതിൽ പറയും നമ്മള് പരസ്പരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ട് കളയാന്നൊക്കെ സംഭവം അന്നുണ്ടായിരുന്നു. അന്ന് നമുക്ക് ക്ലാസ്സിനൊക്കെ പഠിപ്പിച്ചു തരുമായിരുന്നു. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ വന്നു പോകുന്നത്. നമ്മളെല്ലാരും വിചാരിച്ചോണ്ട് ഓട്ടെ ആ ക്ലാസ്സിൽ അങ്ങനെ കേട്ടതല്ല, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ വിട്ട് കളയും. അത് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോന്ന് നമ്മൾ പല സീൻസ് നമ്മൾ കട്ട് ചെയ്യും നമ്മുടെ ലൈഫിൽ നിന്ന്. വഴക്ക് അല്ലെങ്കിൽ വേറൊരു സംഭവം എപ്പോഴും സിറ്റുവേഷൻ വരുമ്പോ നമ്മളതിനെ ഡീസന്റ് ആയിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഓവർ ആയിട്ടുള്ള വഴക്കൊന്നും ഞങ്ങളുടെ ഇടയിൽ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ തന്നെ ഞങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ അതിനെ സ്മൂത്തായി ഡീലാക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് അറിയാം ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലാണ് ഇവരത് ട്രിഗർ ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പൊ അത് ചെയ്യും. ഞാൻ ചെയ്യാതിരിക്കാറൊന്നുമില്ല, ചെയ്തില്ല ഞാൻ പോയി സോപ്പിടും. അതാണ് എന്റെ ഒരു വേ അങ്ങനെയാണ്. ഇപ്പൊ സിനിമ അറിയാം എന്ത് പറഞ്ഞാലും അത് എന്നെ ട്രിഗർ ചെയ്യാനെന്ന് അറിയാം. അപ്പൊ സിനിമ മാക്സിമം പറയാതിരിക്കാൻ നോക്കും. ഞങ്ങളത് പറഞ്ഞു പോയതെന്ന് അപ്പൊ തന്നെ അവൻ സോറി പറയും. ഇങ്ങനെയാണ് ഞങ്ങള് ഇപ്പൊ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ ചേച്ചി പറഞ്ഞ പോലെ ഒരു ചലഞ്ചാണ്. നമ്മള് 100% ഞങ്ങളുടെ ലൈഫില് ഞങ്ങൾ 100% പെർഫെക്റ്റ് ആയിട്ട് വഴക്ക് ഉണ്ടാവും, ബഹളം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതില്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ 100% പെർഫെക്റ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റുന്നതല്ല. എന്നാലും അതുപോലെ കൊണ്ടുപോകാൻ ഞങ്ങൾ രണ്ടുപേരും ശ്രമിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഷീലാന്റിയാണ് വെച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ മോസ്റ്റ് അഡ്വെഞ്ചറസ് തിങ് യു ഹാവ് ഡൺ ടുഗദർ? What was an unexpected joy in this past year? ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ. ഓറാണ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഞാൻ അഡ്വെഞ്ചറസ് തിങ് എന്ന് പറയാം. ഓക്കെ, അഡ്വെഞ്ചറസ് തിങ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മാരേജ്. അതാണ് ഞങ്ങൾക്ക് ഈ 3 വർഷത്തിൽ ഞങ്ങൾ ചിത്രീകരിച്ച അഡ്വെഞ്ചർ തിങ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മാരേജ് തന്നെ. റിസ്ക് പിടിച്ച പരിപാടി വേറെ ഞങ്ങളുടെ പള്ളിയില് വോട്ടുപെരുന്നാള്. ഞാൻ ആ സമയത്ത് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് പൊളിച്ച സമയം. അപ്പൊ ഞാൻ പെരുന്നാളിന് പോണം. അപ്പൊ ഞാൻ ഇവിടെ ഫോൺ വിളിച്ചേക്ക് ഇവിടെ നടിക്ക് പോണെന്ന് പറഞ്ഞു. അപ്പൊ അന്നൊക്കെ അതിന്റെ ഒരു ബൈക്ക് ഉണ്ട്. അപ്പൊ അന്നാണ് ഞാൻ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആദ്യത്തെ ബൈക്ക് റൈഡ്. ഫസ്റ്റ് ബൈക്ക് റൈഡ് ആയിരുന്നു. എന്നിട്ട് നീ കൂറാഞ്ചേരിയിൽ തന്നെ ഇറക്കി. എന്നിട്ട് മമ്മി എന്നെ കൂറാഞ്ചേരിയിലേക്ക് എടുക്കാൻ വരും. ഞാൻ എന്നിട്ട് എവിടുന്ന എനിക്ക് ജോജുന് കിട്ടിയോണ്ടില്ലേ, ഞാൻ ജോജു ആയിട്ട് തിരിച്ചു പോകുന്നു. ആ സമയത്ത് ഇവളെ മമ്മി എടുത്തിട്ട് അപ്പൊ ഞങ്ങൾ കൂട്ടി വഴിയിൽ വെച്ചിട്ട് മമ്മീനെ പാസ് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. എനിക്ക് പേടിയാണ്. ഒന്നാമത് ഇവിടെ തന്നെ വണ്ടി ബൈക്കുമാണ് എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ വരണം. റിസ്ക് കൂട്ടിച്ചൊരു യാത്രയാണ്. പിന്നെ റിസ്ക് ആണ് എടുത്തുകൊണ്ട് പോകുന്നത്. അത് തന്നെയാണ് ആദ്യത്തെ ഒരു അഡ്വഞ്ചർ എന്ന് പറയുന്ന സംഭവം. അതായിരുന്നു. പിന്നെ ഞങ്ങളുടെ കല്യാണം. അടുത്ത ക്വസ്റ്റ്യൻ നിഖിൽ സാറാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ HOD സാറായിരുന്നു. On this anniversary special, what was your disgusting thing in both of you? നമ്മുടെ രണ്ടുപേരുടെ ലൈഫില് നമുക്ക് വെറുപ്പ് തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടോ? വെറുപ്പ് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അതാണ് ക്വസ്റ്റ്യൻ. അല്ല ഇപ്പൊ പറഞ്ഞു മാറ്റം വന്നല്ലോ. പിന്നെ അതാണ് പതുവാ ഞങ്ങൾ നമ്മളെന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ അപ്പൊ ഞാനിങ്ങനെ പതുക്കെ ചെല്ലും. ഞാൻ ഇങ്ങനെ അറിഞ്ഞു ചെല്ലും. അപ്പൊ ഉണ്ടാക്കുന്ന ശബ്ദ ഒരു പരിപാടി ഉണ്ട്. അതായിരിക്കും അതെ നിന്നോടൊപ്പല്ല ആ സമയത്തുള്ള നിന്റെ ഒരു ഇതുണ്ടല്ലോ ക്യാരക്ടറല്ല. ആ ഒരു സമയത്ത് നമ്മളൊരു സമാധാനിപ്പിക്കുന്നതിന്റെ മറ്റേ വെള്ളരിപ്രാവായിട്ട് ചെല്ലാണ് പറഞ്ഞത്. വെള്ളരിപ്രാവായിട്ട് ചെല്ലുമ്പോ ആദ്യം ഒറ്റ തട്ടിമാറ്റം. അപ്പൊ ആ ഒരു സംഭവം അത്ര അതായത് എന്റെ പറയുകയാണെങ്കിൽ വെറുപ്പ് തോന്നിയിട്ടില്ല. ഫസ്റ്റ് പറയാം, ദേഷ്യം തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ ഈവ്സിനെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വഴക്കിട്ട് കഴിഞ്ഞാല് എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് വന്ന് വഴക്ക് തീർക്കണം എന്നായിരുന്നു. പക്ഷെ ശ്രീരാന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരണം എന്നുള്ള ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാറില്ല. പക്ഷെ ഞാനിങ്ങനെ നോക്കും വരുണ്ടോ എന്ന്. അപ്പൊ ഞാൻ നോക്കുമ്പോ സിനിമ പൂർക്കം വെച്ച് ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും.
അതാണ് എനിക്ക് ഞാൻ ആദ്യം പിള്ളേർപ്പാട്ട് ചെല്ലുമ്പോ തട്ടുമോ തട്ടും പിന്നെ ഒരു വട്ടം തട്ടിയിട്ട് പിന്നെ വരാതിരിക്കാൻ പാടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അയ്യോടാ സോറിടാ അങ്ങനെ പറയണം. ആക്ച്വലി നിഴലൊക്കെ നോക്കും വരുന്നുണ്ടോ, വരുന്നുണ്ടെങ്കിൽ കണ്ണടച്ചിരുന്ന് കരയാന്നൊക്കെ ഇല്ല. പിന്നെ പിന്നെ കൂർക്കവരുടെ സൗണ്ട് ഇട്ടിട്ടാണ് ഞാൻ വരിക. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ കൊറേ എന്റെ ഫോണിൽ ഇവന്റെ ഫോണിലേക്ക് വിളിക്കും. എന്നിട്ട് നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചിട്ട് അലമ്പാക്കും. അടുത്തത് നിത്യയുടെ ക്വസ്റ്റ്യൻ ആണ്. നിത്യ ഞങ്ങളുടെ കസിനാണ്. അപ്പൊ നിത്യ ചോദിച്ചിരിക്കുന്നത് ഞങ്ങള് കല്യാണത്തിന് മുന്നേ പോയിട്ടുള്ള സിനിമ പോയ സ്റ്റോറി ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് കണ്ട സിനിമ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോയിക്കണേ, നമ്മുടെ ഇപ്പൊ വിൻസ്റ്റനും അതായത് ഞങ്ങള് വാട്സാപ്പില് ഫുഡ് അടിച്ചിട്ട് ഞങ്ങള് എല്ലാരും കൂടി പടത്തിന് കയറിയതാണ്. എന്റെ എറണാകുളത്തെ ഫ്രണ്ട്സ് ആയിട്ടാണ് ഫസ്റ്റ് സിനിമ പോയിക്കണേ. അവിടെയാണ് നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടുള്ള സിനിമ. ക്ലിസ്മാളില് പോയിട്ടുണ്ട്, പിന്നെ നമ്മള് കോൾസൂക്കിൽ പോയിട്ടുണ്ട്, ഒബ്രമോളില് പോയിട്ടുണ്ട്. ഞങ്ങൾ എല്ലായിടത്തും സിനിമ കാണാൻ വേണ്ടി. പക്ഷെ വീട്ടില് വരാതെന്ന് പറഞ്ഞ ആ സീൻ ഇല്ല, കാരണം ഞാൻ ഹോസ്റ്റലിലാണ്, ഇവൻ എറണാകുളത്താണ്. ഞങ്ങൾക്ക് ഇപ്പൊ ആരും അറിയൊന്നുമില്ല ഞങ്ങളിപ്പോ എറണാകുളത്ത് എവിടെ പോയാലും ആ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വലിയ സ്റ്റോറി ഒന്നും പറയേണ്ടി വന്നിട്ടില്ല വീട്ടില്. ചേച്ചിയുടെ ക്വസ്റ്റ്യൻ ആണ്, സ്വന്തം ചേച്ചിയുടെ ക്വസ്റ്റ്യൻ. അടുത്ത ദിവസം എന്റെ ചേച്ചിയുടെ ക്വസ്റ്റ്യൻ ആണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിന്റെ ഏത് ക്യാരക്ടറാണ് എനിക്ക് നീ മതി എന്ന് തോന്നിയതും എന്റെ ഏത് ക്യാരക്ടറാണ് നിനക്ക് ഞാൻ മതി എന്ന് തോന്നിയതും. സിനോന്റെ ക്യാരക്ടറിൽ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ സിനു പല കാര്യങ്ങളും എനിക്ക് വേണ്ടി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഞാൻ വെറുതെ പറഞ്ഞതാ. ആകർഷിച്ചൊരു സ്വഭാവം എന്ന് പറയുന്നത് മറ്റേ പൊട്ടത്തരത്തിലൂടെ ഒരു ചാടി നടക്കുന്ന ഒരാളായിരുന്നു. അത് ആ സമയത്ത് ഇഷ്ടമായിരുന്നു. കല്യാണത്തിന് ശേഷം ആ സംഭവങ്ങൾ കുറച്ചു നല്ലൊരു കാര്യമാണ്. അല്ല, നീയായിട്ട് സ്വയം നമ്മുടെ ജീവിതാവസ്ഥകൾ സാഹചര്യങ്ങൾ ഞാൻ മാറി ഇപ്പൊ ഒന്നുകൂടി വേറെ രീതിയിൽ ആള് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. ഇത് ലയയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഷിജുവാടിന്റെ വൈഫ്. ശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്, ബ്യൂട്ടിഫുൾ മൊമെന്റ് എന്നാണ് പറയാം, മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്, അങ്ങനെ ഓർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു സംഭവം. കല്യാണത്തിന് മുന്നുള്ളതും പറയണം, ശേഷമുള്ളതും പറയണം. ഇത് എല്ലാവരും ചോദിച്ചിട്ടുള്ള മുന്നേ അനുസരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിന് കല്യാണത്തിന് മുന്നേ എന്ന് പറയുന്നത് ഞങ്ങൾ ഇതുവരെ പറയാത്തൊരു മൊമെന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തത്. ട്രെയിനിൽ യാത്ര, അതാണ് മെയിൻ. അടിപൊളിയായിരുന്നു, അടിപൊളി മൊമെന്റ്സ് ആയിരുന്നു. ഞങ്ങൾ മാത്രം, ഞങ്ങളപ്പോ ടീം ഉണ്ട് കേട്ടോ ഒരു ട്രെയിനില്. എന്നിട്ട് ഞങ്ങൾ തൃപ്പൂണിത്തറ ഇറങ്ങും. അവരൊക്കെ സൗത്തിൽ ഇറങ്ങും, ഞങ്ങൾ അടുത്ത സ്റ്റോപ്പ് തൃപ്പൂണിത്തറ ഇറങ്ങും. എന്നിട്ട് ഇവള് എന്റെ കോളേജിൽ പോകും, ഇവൻ കാക്കനാടിക്ക് പോകും. അത് നല്ലൊരു ബിഫോർ മാരേജ് നല്ലൊരു മൊമെന്റ് ആണ്. ആഫ്റ്റർ മാരേജ് എനിക്ക് ഒരു സ്പെഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ സിനോന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ദുബായിൽ വന്നത്. അത് ഞാൻ ഒരിക്കലും ഇന്റർനാഷണൽ പോയിട്ട് നാഷണൽ ട്രിപ്പ് പോയി ഒറ്റയ്ക്ക് പോകാത്ത ഒരാളായിരുന്നു ഞാന്. അത് വൻ പരിപാടിയായിരുന്നു. അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇവിടെ ചേച്ചിയും ചേട്ടനും, ലിഡിയ ചേച്ചി അനുപേടനായിരുന്നു. ഇവിടെ എനിക്ക് വേണ്ടി എല്ലാം ഇവിടെ ചെയ്തത് അവർ രണ്ടുപേരായിരുന്നു. പിന്നെ ഈ ടിക്കറ്റ് എടുക്കാൻ മിസ്സെടുക്കാനൊക്കെ എന്റെ അശ്വിനി ടീമാണ് എന്നെ ഫുള്ള് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ സിനോന്റെ അമ്മയുടെ അടുത്ത് അമ്മ ചീത്ത പറയുന്നതാണ് ഞാൻ വിചാരിച്ചത്. അമ്മ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കാണാറുണ്ട്, പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട് എന്റെ മരുമക്കൾ എന്താ ചെയ്യാത്തത് എന്ന് പറഞ്ഞു. അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അമ്മ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു, മൊമെന്റിൽ ഒന്നായിരുന്നു. നാഷണൽ ട്രിപ്പ് പോയി ഒറ്റയ്ക്ക് പോകാത്ത ഒരാളായിരുന്നു ഞാന്. രാത്രി ഇത് കാണാൻ പറ്റാത്ത അല്ലെ എന്നെ വേണ്ട എന്ന് പറഞ്ഞതിന്റെ റീസൺ എന്താന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അതിലൊരു ചെറിയൊരു വില്ല എന്ന് പറയുന്നത് ഡൊമിനിക്കച്ചൻ തന്നെയായിരിക്കും. എല്ലാത്തിനും സമയമുണ്ട് ദാസ.